Hello students, welcome to SLMax. ഒരിക്കൽ കൂടി SLMax ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം, അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, മറ്റൊന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയി തന്നിട്ടുണ്ട്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നോക്കൂ. Fe2 plus Cr2O7 2- gives Fe3 plus Cr3 plus ബ്രാക്കറ്റിൽ അസിഡിക് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഈ ബ്രാക്കറ്റിൽ അസിഡിക് മീഡിയം എന്ന് പറയൂല, പകരം ഈ റിയാക്ടിന്റെ സൈഡിൽ ഒരു H+ കാണാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് അസിഡിക് ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറയാൻ പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തന്ന ക്വസ്റ്റ്യൻ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്ന ക്വസ്റ്റ്യനിൽ അസൈൻ ദി ഓക്സിഡേഷൻ ആൻഡ് ഫസ്റ്റ് നമുക്ക് പറയാം അസൈൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് എലമെന്റ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇതിലുള്ള ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കണ്ടെത്തുക. എല്ലാ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തിയിട്ട് ഫൈൻഡ് ഔട്ട് ദി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ്. ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ നടക്കുന്നതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്, നോക്കിക്കോളൂ. ഓക്കെ, Fe2+ അല്ലേ, നമ്മൾ പറഞ്ഞ ചാർജ് ആണ് അല്ലേ. അപ്പൊ ചാർജ് ആണ്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തെന്നെ വരിക, ആ ചാർജ് തന്നെ. അപ്പൊ +2 അങ്ങനെ തന്നെ എഴുതി. Then Cr2O7 അല്ലേ, Cr2O7 2- ആണ്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താലോ. അതിന് സൈഡിൽ ഒന്ന് എഴുതുന്നുണ്ട്, Cr2O7 2-. ഓക്കെ, ഓക്സിജൻ Cr2 അറിയാം, 2x പ്ലസ് ഓക്സിജൻ -2 × 7 ഈക്വൽ ടു, ഇതിന് ചാർജ് -2 ആണ്, -2 എന്നാണ് പറ. 2x - 14 ഈക്വൽ ടു -2. 2x ഈക്വൽ ടു -2 + 14 അല്ലേ. അപ്പൊ 2x ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞേ പറ, +12 അല്ലേ. x ഈക്വൽ ടു എന്തായി, 6 എന്നായല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി, ഇവിടെ Cr എന്താണ്, +6 ആണ്, ഓക്സിജൻ എന്താണ്, -2 ആണ്. അത് ഇനി പ്രൊഡക്റ്റ് സൈഡ് നോക്കൂ, Fe3+ ആണ് അല്ലേ. അപ്പൊ ചാർജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് +3 ആണ്. അതുപോലെ തന്നെ അടുത്ത പറ Cr3+, അതും ചാർജ് ഉള്ള അയണാണ്, അതുകൊണ്ട് അതിന്റെ ചാർജ് തന്നെ +3 തന്നെ. ക്ലിയർ അല്ലേ? ശരിയാ. ഓക്കെ, ഇനി ചെയ്യണം നോക്കാം, നോക്കിക്കോളൂ. ഇതിന് ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഈ Fe2+ ഇവിടെ Fe3+ ആയി അല്ലേ. അപ്പൊ +2 ഉള്ള +3 ആയി. അപ്പൊ ഇതിനാണ് എന്ത് നടക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പറ, ഇവിടെ ഈ പറ Cr2 അല്ലേ, വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ ഈ ക്രോമിയം ഇവിടെ +6 ആയിരുന്നു, ഇവിടെ എന്തായി, +3 ആയി അല്ലേ. അപ്പൊ +6 ഉള്ള +3 കുറയാണ്. അപ്പൊ അതേതാണ്, അത് റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പണി ഇതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് മക്കളെ, എന്ത് ചെയ്യണം, അസൈൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് എലമെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ്. ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ നടക്കുന്നത് കണ്ടെത്തി വെക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആണ് നമുക്ക് പറയാൻ പോകുന്നത്. നോക്കാം എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, സെപ്പറേറ്റ് ദി ഓക്സിഡേഷൻ ആഫ്റ്റർ സെപ്പറേറ്റ് the two half reaction. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ കിട്ടിയ ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ പറഞ്ഞില്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നോക്കുക, സെപ്പറേറ്റ് ചെയ്യണം, നോക്കുക എങ്ങനെ ചെയ്യാന്നുള്ളത് ക്ലിയർ ആണ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ ഹാഫിനെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്കെ, എന്താ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ, Fe2+ gives അപ്പുറത്തുണ്ടായി മാറി Fe3+ ആയി മാറി. ക്ലിയർ അല്ലേ? ഇനി അപ്പുറത്ത് ഇവിടെ ഞാൻ എഴുതുന്നത് റിഡക്ഷൻ ഹാഫ് അല്ലേ, റിഡക്ഷൻ ഹാഫ് നോക്കി, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. അതേതാ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ? പറഞ്ഞോ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ കഴിഞ്ഞാൽ Cr, അപ്പൊ അതെന്ത് ചെയ്യണം, മൊത്തത്തിൽ എഴുതണം അല്ലേ. Cr2O7 2- എന്തായി മാറി, Cr3+. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ആയില്ലേ. എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ദി ടു ഹാഫ് റിയാക്ഷൻ. ഒന്ന് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും മറ്റൊന്ന് റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും. ക്ലിയർ ആയല്ലോ?
അപ്പൊ മക്കളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തെന്ന് അറിയോ? മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ എന്താ പറയുക? ബാലൻസ് ദി ആറ്റം other than oxygen and hydrogen. ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത മറ്റു ആറ്റംസിനെയൊക്കെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ Fe ഇവിടെ ഒന്നുള്ളൂ, ഇവിടെ ഒന്നാണ്. അത് ബാലൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കാം, വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ Fe2+ gives Fe3+. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് നടക്കുന്ന റിഡക്ഷന് നടക്കുന്ന ആർക്കാണ്? ക്രോമിയത്തിനാണ് അല്ലേ? അപ്പോ ഇതിൽ മൊത്തം നോക്കുക. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? Cr2 2 ക്രോമിയം ഉണ്ട്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ എത്ര ക്രോമിയം ഉള്ളൂ? ഒറ്റ ക്രോമിയം ഉള്ളൂ. ഇവിടെ ഇവിടെ 2 നിട്ട് കൊടുക്കണം അല്ലേ? നല്ല ബാലൻസ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തി എഴുതാണത്. അപ്പൊ Cr2O7 2- gives 2Cr3+. അപ്പൊ ചോദിക്കും, സാർ ഇവിടെ ഓക്സിജൻ 7 ഓക്സിജൻ അല്ലേ? 7 ഓക്സിജൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഓക്സിജൻ ഇല്ലേ? നമ്മളെന്താ പറഞ്ഞത്? ഓക്സിജൻ ഹൈഡ്രജൻ എല്ലാത്തിനും ബാലൻസ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാം. ക്ലിയർ ആണല്ലോ? വിഷയമില്ലല്ലോ. ആദ്യം എന്താ ചെയ്തത്? ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടെത്തിയില്ലേ? ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ കണ്ടെത്തുക? ഏതിനും ഓക്സിഡേഷൻ നമ്പർ ആദ്യം കൊടുക്കണം. എന്നിട്ട് ഓക്സിഡേഷനോ റിഡക്ഷനോ കണ്ടെത്തി ആ റിയാക്ഷൻസ്, ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു അല്ലെ? അപ്പൊ ഈ കേസിൽ എന്താണ്? ഓക്സിജന് ഇവിടെ എന്താണ്? അയണാണ്. ഇവിടെ Fe, ഇവിടെ Fe, രണ്ടോടത്ത് ഓരോ Fe ഉള്ളൂ അല്ലെ? അപ്പൊ അത് ബാലൻസ്ഡ് ആണ്. ഇനി അതിനെ മാറ്റാനൊന്നുമില്ല. ഈ കേസിൽ നോക്കൂ, Cr2O7 അല്ലെ? ഇവിടെ 2 ക്രോമിയം ഉണ്ട്. ഓക്സിജൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട, 2 ക്രോമിയം. Cr2 ആണ് 2 ക്രോമിയം. അതിന്റെ റൈറ്റ് സൈഡിൽ എത്ര ക്രോമിയം ഉള്ളൂ? ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ഇട്ട് കൊടുക്കണം. അതാണ് 2 ക്രോമിയം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? 2 ക്രോമിയം ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? ഇത്രയോടും ചെയ്യേണ്ടത്. ഇനി ഇത് ക്ലീൻ ചെയ്യാണേ. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിയത് ഇങ്ങനെയായിരുന്നു അല്ലേ? Fe2+ Fe3+. ഇതാണ് ഓക്സിഡേഷന്. റിഡക്ഷൻ ആണ് Cr2O7 2- gives 2Cr3+. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ now balance oxygen and hydrogen. അപ്പൊ എന്താണ്? ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ കേട്ടാ. ഹൈഡ്രജനെയും ഓക്സിജനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബാലൻസ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ആഡ് H2O, വാട്ടർ ആഡ് ചെയ്യണം. ആഡ് H2O, ബാലൻസ് ഓക്സിജൻ. എന്തിന്? ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യും? H2O ആണ്. അപ്പോൾ ആഡ് H2O ടു ബാലൻസ് ഓക്സിജൻ. ഓക്കെ, ടു ബാലൻസ് O2. അതേപോലെ തന്നെ ആഡ് H+ ടു ബാലൻസ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യണം. ഇത് എന്തിന്റെ കേസിലാണ്? അസിഡിക് മീഡിയം. ഇനി ഇതിന് വേറൊരു മീഡിയം ഉണ്ടല്ലോ, ബേസിക് മീഡിയത്തിൽ. ഇത് ചെയ്തതിന്റെ പുറമെ തന്നെ OH- 2 സൈഡിലും ആഡ് ചെയ്യണം. OH- 2 സൈഡിലും ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാം. ഓക്കെ, തൽക്കാലം ഇത് ചെയ്യും. അപ്പൊ നോക്കൂ, ഇതിലൊരു മാറ്റവും ഇല്ല അല്ലെ? ഇതിൽ ഓക്സിജൻ ഒന്നും ഇല്ല, അപ്പൊ ബാലൻസ് ചെയ്യാനില്ല. അപ്പൊ ഇതിലാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് നോക്കുക. Cr2O7 2- gives 2Cr3+. ഓക്കെ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഉണ്ട് അല്ലേ? അപ്പൊ 7 ഓക്സിജൻ ഉണ്ട്. അപ്പോ എത്ര? 7 ഓക്സിജൻ ആണെങ്കിൽ അത്രയും വാട്ടർ ആഡ് ചെയ്യണം. 7 ഓക്സിജൻ ആണെങ്കിൽ 7H2O, അത്രയും വാട്ടർ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 7H2O ആയി. അപ്പൊ 7 ഓക്സിജൻ ആയി. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇപ്പോ 2H2 അല്ല, 7 × 2 14H ഉണ്ട് അല്ലേ? അപ്പൊ 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ എത്ര H+ ആഡ് ചെയ്യണം? 14H+ എവിടെ ആഡ് ചെയ്യണം? ഈ സൈഡിലും ആഡ് ചെയ്യണം. 14H+. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്ത്? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഓക്സിജൻ 7 ഓക്സിജൻ ഉണ്ടായിരുന്നു അല്ലെ? ഓക്സിജൻ ഉണ്ടായിരുന്നു. ആ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ അത്രയും വാട്ടർ ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 14 ഹൈഡ്രജൻ ഉണ്ടാവും. ആ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ എത്ര H+ ആഡ് ചെയ്ത്? 14H+ ആഡ് ചെയ്ത്. ക്ലിയർ അല്ലേ? ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ
ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ദി അയോണിക് ചാർജ് എന്നാണ്. ബാലൻസ് ദി അയോണിക് ചാർജ്. ബാലൻസ് ദി അയോണിക് ചാർജ്. ചാർജ് അല്ലെ, അതായത് ഇതിലെ അയോൺസിന്റെ ചാർജിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ബാലൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ആഡ് ചെയ്യണം. ഫസ്റ്റ് കേസ് നോക്ക്. Fe2+ gives Fe3+. പറയും ഇവിടെ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ എത്രയാണ്? ഇവിടെ +2 ആണ്, ഇവിടെ +3 ആണ് അല്ലേ? ഇവിടെ +2 ആണ്, ഇവിടെ +3 ആണ്. അപ്പോ ഇവിടെ +2, ഇവിടെ +3. അപ്പോ നോക്കുക, ഇതിൽ നിന്ന് 2 മൈനസ് ചെയ്യും. 3 2 മൈനസ് 1 ആണ്. അപ്പൊ ഒരു ചാർജ് ഇവിടെ കുറവാണ് അല്ലേ? അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാം. ഈ ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? മൈനസ് അല്ലേ? അപ്പോ ഇവിടെ 3+ മൈനസ് ആണ്, -2. അപ്പൊ എന്തായി? ഇവിടെ ചാർജ് ബാലൻസ്ഡ് ആയില്ലേ? ക്ലിയർ ആയോ? ഇവിടെ +2 ആണ് ഇവിടുത്തെ ചാർജ്, ഇവിടെ +3 ആണ്. അപ്പൊ ചാർജ് ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു -1 വന്നാൽ മതി. അപ്പൊ ഒരു മൈനസ് വരണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാം. അപ്പൊ 3 - 1 വന്നാൽ ഇവിടെ +2 ആയല്ലോ. ഓക്കെ, അപ്പൊ അത് ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു കേസിൽ അല്ലേ, ഇവിടെ ഇതിന്റെ ബാലൻസ് ചെയ്യണം. അപ്പൊ അത് നോക്കൂ, അതെങ്ങനെ? Cr2O7 2- plus 14H plus gives എന്താ വന്നത്? 2Cr3 plus 7H2O. ഓക്കെ, ശ്രദ്ധിക്ക, ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ -2 അല്ലേ? ഇവിടെ എത്ര ഉണ്ടോ? -2. അവിടെ നിൽക്കട്ടെ. ഇവിടെ 14 പ്ലസ് ആണ്, 14H പ്ലസ് 14 പ്ലസ് ഇവിടെ എത്രയായി? 12 ഇവിടെ 12. ഇവിടെ പറയാം 26 ഉണ്ട് അല്ലേ? 23 പ്ലസ് ആണ്, +6 ആണ്. ഇവിടെ 6ഉം ഇവിടെ 12ഉം ആണ് അല്ലേ? അപ്പോ ഈ 12നെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 6 മൈനസ് ചെയ്താൽ മതി. അപ്പൊ അത്രയും ഇലക്ട്രോണെ ഇവിടെ ആഡ് ചെയ്യാം. അത്രയും ഇലക്ട്രോണെ ആഡ് ചെയ്താൽ മതി. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് ആണ്. ഇവിടെ എത്ര 12 6 ആക്കാൻ 6 മൈനസ് ചെയ്യണം. അപ്പൊ 6 ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്യാം. അതാണ് 6 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? 6 ഇലക്ട്രോൺ ആയി. ഓക്കെ ആണോ? 6 ഇലക്ട്രോൺ ആഡ് ചെയ്യും. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഞാൻ പറയും ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയോ? അതാണ് 5ാം സ്റ്റെപ്പ് ചെയ്തതാണ് അയോണിക് ചാർജ് ബാലൻസ് ചെയ്യാന്നുള്ളത് അല്ലെ? രണ്ടോടും ചാർജ് നോക്കുക, രണ്ട് സൈഡിലും ചാർജ് ഈക്വൽ ആവണം. അപ്പൊ ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സൈഡിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യാം. അപ്പൊ ഈ കേസിൽ ഇവിടെ +2 ആയിരുന്നു, +3 ആയിരുന്നു. അപ്പൊ +3നെ +2 ആക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ ടോട്ടൽ ചാർജ് +2 ആയി, +12 ആണ്. ഇവിടെ +6 ആണ്. ഇവിടെ 6ഉം ഇവിടെ 12ഉം ആണ്. അപ്പൊ ഈ 12നെ 6 ആക്കല്ലേ? 12നെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്യണം. 6 മൈനസ് ചെയ്യണം. അപ്പൊ 6 മൈനസ് ചെയ്യാൻ അത്രയും ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി 6ാമത്തെ സ്റ്റെപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 6ാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് now add 2 half reaction after igniting electron and add the 2 half reaction after igniting electron. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഇഗ്നേറ്റ് ചെയ്യണം. igniting electrons വളരെ സിമ്പിൾ ആട്ടാ, ശ്രദ്ധിക്കും. അതായത് ഈ കേസിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 6 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? എന്നാൽ ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പൊ ഈ രണ്ടും കൂടി ഇഗ്നേറ്റ് ചെയ്യണം, ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. അവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആക്കണം. അപ്പൊ 6 ആക്കാനുള്ള മാർഗം എന്താ? ഇതിനെ മൊത്തത്തിൽ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 6 കൊണ്ട് ഗുണിക്കണം നോക്കിക്കോ. അപ്പൊ എന്താവും? 6Fe2 gives 6Fe3 plus 6 ഇലക്ട്രോൺ. അത് ഈ റിയാക്ഷൻ അതുപോലെ നിർത്തിയിട്ടാണ്. Cr2O7 2- plus 14H plus 6 ഇലക്ട്രോൺ gives അപ്പുറത്തെ എന്താണ്? 2Cr3 plus 7H2O. ഇവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ നമ്മള് ആഡ് ചെയ്യാൻ പോകും അല്ലേ? തമ്മിൽ ആഡ് ചെയ്യാൻ പോകും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നോക്കി എങ്ങനെ? ഇത് ഈക്വൽ സൈൻ ആണ് വിചാരിക്കുക. അപ്പുറത്ത് ഒരുപാട് ഉണ്ടെങ്കിലൊക്കെ വെട്ടാം അല്ലെ? അപ്പൊ വെട്ടി നോക്കിക്കോ. ഈ 6 ഇലക്ട്രോണും ഈ 6 ഇലക്ട്രോണും ക്യാൻസൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആരും ഇല്ല പോകുന്നു അല്ലെ? ഈ ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ഇല്ല. ഇവിടെ ആരാ പറയും? ഫസ്റ്റ് ആരാ പറയും? ഇവിടെ ആരാ?
അതുപോലെ എഴുതാം. ഇവിടെ ആരാ 6Fe പ്ലസ്, അപ്പൊ 6Fe2 പ്ലസ് പ്ലസ് മിസലാരാ Cr2O7 മൈനസ് പ്ലസ് ആരുണ്ട് 14H പ്ലസ് ഉണ്ട് ഗീവ്സ് അടുത്താരാ ഇപ്പുറത്താരാണ് 6Fe3 പ്ലസ് പ്ലസ് 2Cr3 പ്ലസ് പ്ലസ് ആരുണ്ട് 7H2O 7H2. അപ്പൊ നോക്കൂ ഇപ്പൊ അവിടെ റിയാക്ഷൻ ആയില്ലേ 6Fe2 പ്ലസ് പ്ലസ് Cr2O7 മൈനസ് പ്ലസ് 14H പ്ലസ് ഗീവ്സ് 6Fe3 പ്ലസ് പ്ലസ് 2Cr3 പ്ലസ് പ്ലസ് 7H2O. ക്ലിയർ ആണോ? ഞാൻ പെട്ടെന്ന് എഴുതിട്ടാണ് നോക്കൂ, വളരെ സിമ്പിൾ ആണ്. ശരിക്കും നോക്കാം അല്ലെ. നമ്മൾ എന്താ ചെയ്തത് ഒന്നുകൂടി ഒന്ന് പറയാൻ പോവാണ് അല്ലെ. നമ്മൾ രണ്ട് ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും എഴുതി, എന്നിട്ട് ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആളുകളെ ബാലൻസ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ 2Cr വന്നത് അല്ലെ, ഇവിടെ 2 ഇട്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത്, ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാൻ പോവാണ് അല്ലെ. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ അത്രയും എണ്ണം ഹൈഡ്രജൻ വാട്ടർ ആഡ് ചെയ്യണം, അതുപോലെ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ അത്രയും എണ്ണം H+ ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഏതിന്റെ കേസിലാണ്? അസിഡിക് മീഡിയത്തിന്റെ കേസിലാണ്. ബേസിക് മീഡിയം ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 സെല്ലുകൾ OH- കൂടി വരാണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 7 ഓക്സിജൻ ഉണ്ടായിരുന്നു, അതിനെ ബാലൻസ് ചെയ്യാൻ 7 വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ടോട്ടൽ 14 ഹൈഡ്രജൻ വന്നു. അതിനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്ത് എന്ത് ചെയ്തു, 14 H+ ആഡ് ചെയ്തു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ബാലൻസ് അയോണിക് ചാർജ് ആണ്, ചാർജിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ Fe2 പ്ലസ് ഗീവ്സ് Fe3 പ്ലസ്. ഇവിടെ +2 ആണ് അല്ലെ, 2 പ്ലസ് ചാർജ്, ഇവിടെ 3 പ്ലസ് ചാർജ് ആണ്. അപ്പൊ രണ്ടോടത്ത് ഈക്വൽ ആക്കാൻ ഇവിടെ 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 1 മൈനസ് ചെയ്യണമെങ്കിൽ ഈ സെല്ലിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് -1 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഇനി അടുത്ത ഈ റിയാക്ഷൻ ഓഫ് Cr2O7 മൈനസ്, അപ്പൊ അവിടെ -2 അല്ലെ, -2 അവിടെ ചാർജ് 14 പ്ലസ് 14 -2 14 കൂട്ടിയാൽ 12 ആയി അല്ലെ. ഇവിടെ നോക്കൂ 2 × 3 6. അപ്പൊ ഈ സൈഡിൽ 12 ആണ്, ഇവിടെ 6 ആണ്. അപ്പൊ ഇത് രണ്ടോട്ട് ഈക്വേറ്റ് ചെയ്യണം, ഈക്വൽ ആക്കണം. അപ്പൊ ഈക്വൽ ആക്കാൻ ഈ 12ന് എന്ത് ചെയ്യണം പറയൂ, 12നെ 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. 12ന് 6 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 6 മൈനസ് ചെയ്യാവുന്ന അത്രയും ഇലക്ട്രോൺ ആഡ് ചെയ്യുക, 6 ഇലക്ട്രോൺ ആഡ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഇലക്ട്രോൺസുകളെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇവിടെ 6 ഇലക്ട്രോൺ ആണ് ഉണ്ടായിരുന്നത്, എന്നാൽ ഈ കേസിൽ ഒറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഓക്സിഡേഷൻ ഹാഫിനെ മൊത്തത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കും, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതിയത്. 6Fe2 പ്ലസ് ഗീവ്സ് 6Fe3 പ്ലസ് പ്ലസ് 6E മൈനസ് അല്ലെ, ഈ ഇലക്ട്രോൺ. അതേപോലെ ഇനി എന്ത് ചെയ്യണം, ഈ റിയാക്ഷൻ അതുപോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ചെറിയ സ്റ്റെപ്പും കൂടി വരാനുണ്ട്, അതിന് പെട്ടെന്ന് എഴുതി ഉണ്ടാവും അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിപ്പോ എല്ലതും ലാസ്റ്റ് ഒരു ഓവറോൾ റിയാക്ഷൻ കിട്ടി. നമ്മൾ വെരിഫൈ ചെയ്യണം ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ എത്ര ഉണ്ട്, 6Fe2 പ്ലസ് അല്ലെ. ഞാൻ ഒന്നുകൂടി നിങ്ങൾ കാണാൻ വേണ്ടി ഒന്ന് മുകളിൽ എടുത്ത് ചെയ്താണ്. ഇവിടെ ഒന്ന് ആ റിയാക്ഷൻ എടുത്ത് ചെയ്താൽ ഓക്കെ. നമ്മൾ അടുത്ത് ചെയ്തത് ഈ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. വെരിഫൈ ദ റിയാക്ഷൻ ആണ്, അത് ബാലൻസ്ഡ് ആണോ. അപ്പൊ ഏതൊക്കെയാണ് 6Fe2 പ്ലസ് അല്ലെ, 6Fe2 പ്ലസ് പ്ലസ് എന്താണ് Cr2O7 മൈനസ് പ്ലസ് 14H പ്ലസ് gives എന്തായിരുന്നു പറയും 6Fe3 പ്ലസ് പ്ലസ് എന്താണ് 2Cr3 പ്ലസ് പ്ലസ് 7H2. ഇതായിരുന്നു സംഭവം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഇവിടെ ബാലൻസ്ഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 6 Fe ഉണ്ട്, ഇവിടെയും 6 Fe. അപ്പൊ ആ Fe ബാലൻസ്ഡ് ആയി. ഇനി ഇവിടെ 2 Cr, ഇവിടെയും 2 Cr, അതും ഓക്കെ ആണ്. ഇനി അടുത്ത് ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ നോക്കൂ, ഇവിടെ 14 H ഉണ്ട് അല്ലെ, ഹൈഡ്രജൻ 14 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നോക്കൂ 7 × 2 14 ഹൈഡ്രജൻ, അതും ഓക്കെ. ഇനി ഓക്സിജൻ നോക്ക് 7O7 അല്ലെ, 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെയോ 7 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓക്കെ. ഇനി ചാർജ് നോക്കണം. ചാർജ് നോക്കൂ 6 × 2 ഇവിടെ +12 അല്ലേ, ദെൻ ഈ -2 അല്ലേ, ഇത് എത്ര +14. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എത്ര വരും, ഇവിടെ എത്ര, ഇവിടെ 10 അല്ലേ, 10 + 14 ആണ് എത്ര 24. അപ്പൊ ഇവിടുത്തെ ഓവറോൾ ചാർജ് 24 ആണ്. ഇവിടെ നോക്ക് 6 × 3 ആണ് എത്ര 18 +18 അല്ലെ, 6 × 3 18 അല്ലേ. ദെൻ ഇവിടെ 2 × 3 ആണ് എത്ര, 2 × 3 ആണ് 6 ആണ്. അപ്പൊ 18 6 കൂട്ടി എത്ര 24 ആണ്. അപ്പൊ നോക്കൂ, ചാർജും രണ്ട് സ്ഥലത്തും ബാലൻസ്ഡ് അല്ലേ. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് പറയാണ്, ബാലൻസിങ് ദി റിഡോക്സ് റിയാക്ഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഇൻ അസിഡിക് മീഡിയം. വളരെ സിമ്പിൾ
സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച അല്ലെങ്കിൽ ചോദിക്കാവുന്ന നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ എന്തായാലും 6 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 6 5 മാർക്ക് പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഇൻ അസിഡിക് മീഡിയം അല്ലേ. അസിഡിക് മീഡിയത്തിലുള്ള ഒരു റിഡോക്സ് റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചു, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് മീഡിയത്തിലുള്ള ഒരു റിഡോക്സ് റിയാക്ഷനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം ബൈ യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, MnO4 മൈനസ് പ്ലസ് I മൈനസ് ഗീവ്സ് MnO2 പ്ലസ് I2 ബ്രാക്കറ്റിൽ ബേസിക് മീഡിയം എന്നുള്ളത്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഇതിനെ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ പറയാണ്, നമ്മൾ മുമ്പ് അസിഡിക് മീഡിയം ചെയ്തു, അതുമായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. രണ്ടും ഒരുപോലെ തന്നെയാണ്, വളരെ സിമ്പിൾ ആണ്. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ചില ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ ബേസിക് അസിഡിക്കും തരും. ഇനി ഇല്ലെങ്കിലോ ഇതിന്റെ റിയാക്ഷൻ ഷെയറിൽ H+ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആരാണ്, അസിഡിക് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. മുമ്പ് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി. എന്താണ്? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ നോക്കാം, O4 അല്ലേ. അപ്പൊ ഞാൻ അവിടെ ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട് മുമ്പത്തെ പോലെ തന്നെ. MnO4 മൈനസ് എന്നാണ്. Mn അറിയാവുന്ന X പ്ലസ് ഓക്സിജൻ -2 അതായത് -2 × 4 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ 0 അല്ല വേണ്ടത്, ആ ചാർജ് ആണ് അല്ലേ, -1. അപ്പൊ x - 8 ഈക്വൽ ടു -1, x ഈക്വൽ ടു -1 പ്ലസ് 8. അതുകൊണ്ട് x എന്തായി? +7 ആയി. അപ്പൊ അതവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടെ Mn +7, ഓക്സിജൻ നേരത്തെ പറഞ്ഞ പോലെ -2. ഇനി I മൈനസ് എന്നാണ് അല്ലേ, ചാർജ് ആണ്. അപ്പൊ അതുകൊണ്ട് -1 ആണ് ഇതിന്റെ ചാർജ്. Then ഇവിടെ MnO2 ഓക്സിജൻ എന്താ? -2 ആണ്. അപ്പോ -2 × 2 -4. അപ്പോ ടോട്ടൽ 0 അല്ലേ വേണ്ടത്. അപ്പൊ Mn എത്ര വരണം? +4 ആവണം. ക്ലിയർ അല്ലേ? ഇനി അതിലൊക്കെ ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, I2 എന്താ? എലമെന്റൽ സ്റ്റേറ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് എന്താണ്? 0. അതിന്റെ ഓക്സിജൻ നമ്പർ 0. ഇതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ വ്യക്തമായിട്ട് ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ എന്നാണ്. ഇതിൽ ഏതിനാ മക്കളെ ഓക്സിഡേഷൻ? നോക്കൂ, Mn +7 ഉള്ളത് എന്തായി മാറി? +4 ആയി കുറയാണ് ചെയ്തത് അല്ലേ. അപ്പൊ ഇതിനെന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ ഇതിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, I മൈനസ് അല്ലേ. I മൈനസ് എന്തായി മാറി? -1 ഉള്ളത് 0 ആയി കൂടി. -1 0 ആണോ വലുത്? ഏതാ വലുത്? 0 അല്ലേ. -1 0 ആവാന്ന് പറഞ്ഞാൽ ഇതിനെന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഇതിനാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ആ സ്റ്റെപ്പുകളൊന്നും അങ്ങനെ എഴുതുന്നില്ല, ഡയറക്റ്റ് എടുത്ത് ചെയ്യുക. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം ഈ എടുത്ത് എഴുതുക ഏതാണ് ഓക്സിഡേഷൻ ഏതാണ്. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് അത് നിർത്തി. ഓക്സിഡേഷൻ ഹാഫ് ഓക്സിഡേഷൻ ഹാഫ് ആണ് കിട്ടിയത്. ഏതാ പറയും? I മൈനസ് ഗീവ്സ് എന്തായി മാറി? പറയും. I മൈനസ് എന്തായി മാറി? I2 ആയി മാറി. ഓക്കെ, അടുത്ത ആയിട്ട് തൊട്ട് താഴെ റിഡക്ഷൻ ഹാഫ്. റിഡക്ഷൻ ഹാഫ് പറയും. റിഡക്ഷൻ കഴിഞ്ഞാ MnO4 മൈനസ് ഗീവ്സ് MnO2. അതും ഓക്കെ. ഇത്രയും കാര്യം ഓക്കെ ആയാലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് ചെയ്തേ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടേ പറഞ്ഞു പറയും. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ബാലൻസ് അല്ലേ. ബാലൻസ് ദി ആറ്റം. ബാലൻസ് ദി ആറ്റം. ഏതൊക്കെ? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്തവരെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണ് ഫസ്റ്റ് റിയാക്ഷൻ എന്താ? ഈ കേസ് പറയും I മൈനസ്. ഇവിടെ ഒരൊറ്റ I ഉള്ളൂ. ഇവിടെ എത്ര I ഉണ്ട്? 2 I ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 2I മൈനസ് ഗീവ്സ് I2. അതെ. ഇനി ഈ റിയാക്ഷൻ നോക്കൂ. MnO4 മൈനസ് ഇതിൽ എത്ര? ഒരു Mn, ഇവിടെ ഒരു Mn അല്ലേ. ബാക്കി ഓക്സിജൻ നമ്മൾ ബാലൻസ് ഇപ്പൊ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ എടുത്തേക്കാം. MnO4 മൈനസ് ഗീവ്സ് MnO2.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടി പറയും? അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3 സ്റ്റെപ്പ് ആയില്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയണം. ഓക്കെ, ലാസ്റ്റ് പറയാം, ഒന്നുകൂടി എഴുതി പറയാം. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഫോർത്ത് വൺ എന്താ? ബാലൻസ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യണം. ഒന്നാമത്തെ നോക്കൂ, 2i - i2. അതിൽ ഓക്സിജനും ഇല്ല ഹൈഡ്രജനും ഇല്ല, അപ്പൊ അതുപോലെ തന്നെ എഴുതാം. അപ്പൊ 2i അല്ലേ, 2i മൈനസ് gives i2, അതുപോലെ തന്നെ. അടുത്ത സ്റ്റെപ്പ് എന്താ? MnO4 മൈനസ് gives അല്ലേ, MnO4 മൈനസ് MnO2. ഇവിടെ എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. അപ്പോൾ അത്രയും വാട്ടർ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആരെ ആഡ് ചെയ്യും? വാട്ടർ, അത്രയും വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ 4 അല്ലേ, 4H2O, അത്രയും വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ ആണോ? നോക്കൂ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കൂ, ശ്രദ്ധിക്കും. ഇവിടെ 4 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും ഉണ്ട്. അപ്പൊ എത്ര ഓക്സിജന്റെ ഷോർട്ടാ ഉള്ളത്? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ആണ്. അപ്പൊ 2 ഓക്സിജന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോ 2 വാട്ടർ ആഡ് ചെയ്താൽ മതി. അതാണ് 2H2O. ക്ലിയർ അല്ലേ? ഒരിക്കലും നമ്മൾ നോക്കി, ഇവിടെ 4 കണ്ടിട്ട് ഇവിടെ 2 ഉണ്ട് ഓൾറെഡി. 2 കുറവുള്ളൂ, അതുകൊണ്ട് 2 വാട്ടർ ആഡ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹൈഡ്രജൻ ഇപ്പൊ എത്രയായി? 2H2 അല്ലേ? അപ്പൊ 4 ഹൈഡ്രജൻ ആയി. അപ്പൊ 4 ഹൈഡ്രജൻ ആകുമ്പോ അത്രയും H+ ഇവിടെ ആഡ് ചെയ്യണം. 4H+. ഓക്കെ, ഇത്രയും നമ്മൾ അസിഡിക് മീഡിയത്തിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഇതുപോലെ തന്നെ അല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്? ഓക്കെ, ഇനി ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ബേസിക് മീഡിയത്തിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ എത്ര H+ ഉണ്ടോ അത്രയും OH- 2 സൈഡിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? we add 4. ഇവിടെ എത്ര H+? 4 H+ ഉണ്ട് അല്ലേ? 4 H+ അല്ലേ? അപ്പൊ എന്താ? അപ്പൊ add OH- അല്ലേ? add OH- ion to both side. 2 സൈഡിലും ആഡ് ചെയ്യണം. അപ്പൊ എത്ര? ഇവിടെ 4 H+ ആയതുകൊണ്ട് അത്രയും എമൗണ്ട് OH- 2 സൈഡിലും ആഡ് ചെയ്യണം എന്നാ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട്. MnO4 മൈനസ് പ്ലസ് 4H+, അത്രയും OH- ആഡ് ചെയ്യണം. 4OH- gives MnO2 plus 2H2O plus 4OH-. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ്, ഈ 2 ചെങ്ങായിമാർ അല്ലെ, 4H+ഉം 4OH- കൂടി ചേർന്നാൽ അത് എന്തായി മാറും? 4H2O ആവൂലേ? 2 4 ഉണ്ട്, H2 ആയി മാറില്ലേ? അല്ലേ? നമുക്കറിയാം വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ എന്താവല്? H+ഉം OH- ആവല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. അതേ സംഭവം തന്നെ. ക്ലിയർ അല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും വാട്ടർ ആക്കി എഴുതാം. അപ്പൊ നോക്കൂ, MnO4 മൈനസ് പ്ലസ് 4H2O gives MnO2 plus 2H2O plus 4OH-. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഞാൻ പറയാം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? വിഷയം ഉണ്ടോ? ഇല്ല, ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചാർജ് ബാലൻസ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചാർജ് ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ ബാലൻസ് ചാർജ് ഫസ്റ്റ് വൺ ഇവിടെ പറയും 2i അല്ലേ? 2i മൈനസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, 2i മൈനസ് gives i2 എന്നല്ല പറഞ്ഞത്. ഇവിടെ എത്ര i മൈനസ് ഉണ്ട്? -2. ഇവിടെ ഒറ്റൊന്നുമില്ല, 0 ആണ്. ഓക്കെ, ഇവിടെ -2 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ 0 ഉള്ളതിനൊക്കെ -2 ആക്കാം അല്ലെ? ഇവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ പോലെ ഇവിടെ പോലെ നിങ്ങൾ പറയടോ, ഇവിടെ 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺ ആഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഒന്നും കൂടി ഇതുവരെ പറയാം, ബോർഡ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒന്നും കൂടി നമ്മൾ പറയാൻ പോകണം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ റിയാക്ഷന്റെ റിഡോക്സ് റിയാക്ഷന്റെ എല്ലാ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കണ്ടെത്തി ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത് റിഡക്ഷൻ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അയഡിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, അതുപോലെ മാംഗനീസിനാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ രണ്ട് ഹാഫ് റിയാക്ഷൻ, ആ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് എടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആറ്റത്തിനെ ബാലൻസ് ചെയ്തു. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫിനെ ബാലൻസ് ഉള്ളൂ അല്ലെ, ബാലൻസ് ചെയ്യാനുള്ളൂ. ഇവിടെ ഒരു ഐ ഉള്ളൂ, ഇവിടെ രണ്ട് ഐ ഉണ്ട്, അപ്പോൾ ഇവിടെ രണ്ട് ആഡ് ചെയ്തു, അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളിവിടെ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാൻ, അപ്പോൾ ഓക്സിഡേഷൻ ഹാഫിൽ ഓക്സിജനും ഹൈഡ്രജനും ഇല്ല, അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനും ഇല്ല. ഇനി രണ്ടാമത്തേൽ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഓക്സിജന്റെ കുറവുണ്ടായത് കൊണ്ട് അത്രയും എമൗണ്ട് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര എച്ച് ആയി? 4 എച്ച് ഉണ്ട്. അപ്പോൾ ആ 4 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ അത്രയും എച്ച് പ്ലസ് ആഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇത് ബേസിക് മീഡിയ ആയതുകൊണ്ട് തന്നെ എത്ര എച്ച് പ്ലസ് ഉണ്ടോ അത്രയും എമൗണ്ട് OH മൈനസ് രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അതാണ് രണ്ട് സൈഡിലും ആഡ് ചെയ്തത്. ഇനി ഈ എച്ച് പ്ലസും ഈ OH മൈനസും കൂടിയാൽ ആരായി മാറും? വാട്ടറായി മാറും. അതാണ് 4H2O എന്ന് എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണത്? മുമ്പ് പറഞ്ഞ പോലെ ചാർജിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ 2I മൈനസ് I2 അത് അതുപോലെ ഇനി ഇവിടെ എത്ര? ഇവിടെ -2 ആണ് ഈ സൈഡിൽ ഇതിന്റെ ചാർജ്. ഇവിടെ I2 അറിയുമ്പോൾ അതിന് ചാർജ് ഇല്ല, അതിന്റെ അർത്ഥം 0 എന്നാണ്. അപ്പോൾ ഇവിടെ -2 ഇവിടെ 0 ആയി. അപ്പോൾ 0നെ -2 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ ചാർജ് -1 ആണ്. അപ്പോൾ ഇവിടെ -2 ആണ് വരുന്നത്. അപ്പോൾ അത്രയും 2 -2 ഉണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ ആഡ് ചെയ്തു. അതാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി റിഡക്ഷൻ ഹാഫിന്റെ ചാർജ് കൂടി ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇത്ര എഴുതി എടുത്തിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. അപ്പൊ നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ റിഡക്ഷന്റെ അല്ലെ MnO4 മൈനസ് plus 4H2O gives MnO2 plus 2H2O plus 4OH minus. ഓക്കെ, ഇതിൽ ചാർജ് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇവിടെ എത്ര ചാർജ് ഉള്ളൂ? ആകെ ഒരൊറ്റ ചാർജ് ഉള്ളൂ, -1. ഇവിടെ 4 അല്ലെ, -4 അങ്ങനെയല്ലേ പറഞ്ഞത്? 4 അല്ലേ? 4 മൈനസ് 4 ഉണ്ട്. അപ്പോ ഇവിടെ -4 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു -3 കൂടി കൊടുത്താൽ മതി. അപ്പൊ -3 അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അത്രയും എമൗണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യണം. അപ്പൊ 3 ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്ത് 3 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ക്ലിയർ ആണോ? 3 ഇലക്ട്രോൺ ആഡ് ചെയ്തു. ഓക്കെ, 3 കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ 3 ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്ത് അതൊന്ന് എടുത്ത് എഴുതാണേ. 3 ഇലക്ട്രോൺ ആഡ് ചെയ്തൊന്ന് എടുത്ത് എഴുതാൻ പോകും. അപ്പോൾ MnO4 മൈനസ് പ്ലസ് 4H2O plus 3 electron gives MnO2 plus 2H2O plus 4OH minus. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബാലൻസ് ദി ഇലക്ട്രോൺ അല്ലേ? അടുത്ത സ്റ്റെപ്പാണ് അല്ലേ? ബാലൻസ് ഇത് ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ പറയും ഇവിടെ 3 ഇലക്ട്രോൺ അല്ലേ, ഇവിടെയോ 2 ഇലക്ട്രോൺ. അപ്പൊ രണ്ടിന് സെയിം ആക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 ഉള്ളതിനെ 6 ആക്കാം, അതേപോലെ ഈ 2 ഉള്ളതിനെ 6 ആക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2 ഉള്ളതിനെ 6 ആക്കാൻ എന്ത് ചെയ്യണം? അതിനെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഗുണിക്കുക? 3 കൊണ്ട് ഗുണിക്കുക. 3 ഉള്ളതിനെ 6 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ചെയ്യണം നോക്കൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? 2I മൈനസ് gives I2 plus 2 ഇലക്ട്രോൺ. ഇതിനെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഗുണിക്കുകയാണ്? 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് ഗുണിച്ചു. അതുപോലെ ഇവിടെ പറയും MnO4 മൈനസ് പ്ലസ് 4H2O പ്ലസ് 3 ഇലക്ട്രോൺ gives MnO2 പ്ലസ് 2H2O പ്ലസ് 4OH മൈനസ് അല്ലെ. ഇതിനെ എന്ത് ചെയ്യാൻ പോലെ? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു. ഇതിനെ 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ കിട്ടുന്ന ആൻസർ എന്തൊക്കെയാണ്? 2I അല്ലേ? അപ്പൊ കിട്ടുന്ന ആൻസർ എന്താ? 2I മൈനസ് gives I2 പ്ലസ് അല്ലേ. അതിന് കിട്ടുന്ന ആൻസർ ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടാ. അതാവും ഒന്നും കൂടി നല്ലത്. അത് ക്ലീൻ ചെയ്യാനേ ശ്രദ്ധിക്കും. ഇത് ക്ലീൻ ചെയ്തു. ഓക്കെ, നോക്കൂ എങ്ങനെ വരാം. ഇന്ത്യ പറയും 3 കൊണ്ട് മൊത്തത്തിൽ ഇന്ത്യ 2I into 3 ആണ് എത്രയായി? 6I മൈനസ് gives ഇവിടെ 3I2 പ്ലസ് എന്ത് ചെയ്തു?
6 ഇലക്ട്രോൺ. അവിടെ നിൽക്കട്ടെ. അടുത്തത് ഇതിന് 2 കൊണ്ടല്ലേ, മൊത്തത്തിൽ 2 എല്ലായിടത്തും കൊടുക്കണം. അത് പറ 2mnO4 മൈനസ് 2 × 2 8 2 × 4 8 ആയില്ല, 8H2O പ്ലസ് 6 ഇലക്ട്രോൺ gives എന്താവും 2mnO2 പ്ലസ് 4H2O പ്ലസ് 8OH മൈനസ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പറയും, ഈ 6 ഇലക്ട്രോണും ഈ 6 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ആരൊക്കെ പോകും പറയും, പിന്നെ ആരൊക്കെ പോകും, ഈ 8 8 വാട്ടർ, ഈ 4 വാട്ടർ, ബാക്കി ഇവിടെ എത്ര വാട്ടർ ഉണ്ടാവും, 4 ഉണ്ടാവും അല്ലേ, 4 ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അങ്ങനെ തന്നെയല്ലേ മക്കളെ, അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് പറയും, ബാക്കിയുള്ളൊന്നും എടുത്ത് അല്ലേ, ഇവിടെ പറയും ആരാണ് 6i. അപ്പൊ അത് എടുത്ത് 6i മൈനസ് പ്ലസ് 2mnO4 മൈനസ് അവിടെ എത്ര ബാക്കിയുള്ളത് 4H2O gives 3i2 പ്ലസ് 2mnO2 പ്ലസ് 8OH മൈനസ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്യണം, ഇത് ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. നമ്മുടെ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ ബാലൻസ്ഡ് ആക്കിയിട്ടുണ്ട്. ഇനി അതാണോ എന്ന് വെരിഫൈ ചെയ്യാം അല്ലേ. 6i ഇവിടെ 3 2 6i, അപ്പൊ അയഡിൻ ബാലൻസ്ഡ് ആണ്. ഇനി മാംഗനീസ്, ഇവിടെ 2 മാംഗനീസ് ഉണ്ട്, ഇവിടെ 2 മാംഗനീസ്. ഓക്കെ, അതും ഓക്കെയാണ്. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട് നോക്കൂ, 2 4 8 അല്ലേ, ഇവിടെ 8 4 12 ഓക്സിജൻ സൈഡ് ഉണ്ട്. ഇവിടെ നോക്കൂ 2 2 4 4 8 ഓക്സിജൻ, 4 8 എത്ര 12. അപ്പൊ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജൻ ആണ്, 4 2 8 8 ഹൈഡ്രജൻ, ഇവിടെ നോക്ക് 8 ഹൈഡ്രജൻ, അപ്പൊ ഹൈഡ്രജനും ബാലൻസ്ഡ് ആണ്. ഇനി എന്താ നോക്കണ്ടേ, ഇനി ചാർജ് ആണ്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്, -6 6 മൈനസ് ആണ് -6. ഇവിടെയോ 2 മൈനസ് ആണ് -2. അപ്പൊ ടോട്ടൽ എത്രയായി -8. ഇനി ഇവിടെ നോക്ക്, ഇവിടെ നോക്ക് 8, ഇവിടെ ഇല്ല 8 മൈനസ് ആണ്. അപ്പൊ എത്ര -8. ഇത് -8 ആണ്, ഇത് -8 ആണ്. അപ്പൊ എന്ത് മനസ്സിലായി, ചാർജും ബാലൻസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ ഇതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു മക്കളെ, ഇനി ഞാനത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ വ്യക്തമായി തോന്നുന്നു. അപ്പൊ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഒരു റിഡോക്സ് റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. എന്ത് തന്നെ ആയാലും എക്സാമിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അസിഡിക്കോ അല്ലെങ്കിൽ ബേസിക്കോ എന്ത് ഷുവറായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നോട്ടൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി പറയാൻ പോകുകയാണ്, നമ്മുടെ വീഡിയോ കണ്ടവർ ഇഷ്ടമായവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.